സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രാതിനിധ്യം വഹിക്കുന്നു അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സ്ത്രീകൾ എത്രത്തോളം ഇറങ്ങി വരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിലേക്ക് പോവാം അല്ലേ? അതെ. നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ എത്രത്തോളമാണ് സ്ത്രീകളുടെ പങ്കാളിത്തം? ചോദ്യം കുഴപ്പിക്കുന്നതാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സ്ത്രീ പങ്കാളിത്തം നോക്കിയാൽ ഏകദേശ സാഹചര്യം മനസ്സിലാക്കാനാകും. പ്രതീക്ഷ നൽകുന്ന രീതിയിൽ സ്ത്രീ പങ്കാളിത്തത്തിന്റെ കണക്ക് ഉയരുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് പരാമർശങ്ങളുള്ളത്. ലിംഗനീതിയിൽ അധിഷ്ഠിതമായ വികസന സങ്കല്പങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് തീരുമാനമെടുക്കുന്നതിലെ സ്ത്രീ പങ്കാളിത്തം. അത് ഒരു കുടുംബത്തിൻ്റെ കാര്യമാകട്ടെ, ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രമായ കാര്യമാകട്ടെ, എന്തായാലും രാജ്യശരാശരിയേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് സ്ത്രീ പങ്കാളിത്തത്തിൽ കേരളത്തിൻ്റെ സ്ഥിതി. വിവാഹിതരായ സ്ത്രീകളിൽ രാജ്യത്ത് 88% പേരും ദൈനംദിന വീട്ടുകാര്യങ്ങൾ നടപ്പാക്കാനായി തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് 94%. രാജ്യത്ത് 54% സ്ത്രീകൾക്ക് മാത്രമാണ് മൊബൈൽ ഫോൺ ഉള്ളത്. എന്നാൽ കേരളത്തിൽ 86.6% സ്ത്രീകൾക്കും മൊബൈൽ ഫോണുണ്ട്. 2025 ഇത് 90%-ന് മുകളിലാകും. രാജ്യത്ത് 78% സ്ത്രീകൾക്കും ബാങ്ക് അക്കൗണ്ടുണ്ട്. ഇത് നഗരത്തിൽ 80%-വും ഗ്രാമപ്രദേശത്ത് 77%-വുമാണ്. കുടുംബത്തിൽ ആരോഗ്യ സംരക്ഷണം, വീട്ടുസാധനങ്ങൾ വാങ്ങൽ, ബന്ധുക്കളെ സന്ദർശിക്കൽ എന്നിവയിലെല്ലാം സ്ത്രീ പങ്കാളിത്തം കൂടുന്നുണ്ട്. അതായത് 20-24 വയസ്സിനിടയിൽ 56%-വും 30-39 വയസ്സിനിടയിൽ 72%-വുമാണ് പങ്കാളിത്തം. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്ന സ്ത്രീകളുടെ ശതമാനവും ഉയരുന്നുണ്ട്. 5 വർഷം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം 65%-ആണെങ്കിൽ 12 വർഷത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ ഇത് 70%-ആണ്. 24% സ്ത്രീകൾക്കും സ്വന്തമായോ പങ്കാളിക്കൊപ്പമോ വീടുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ 11%-ആണ് വീട് സ്വന്തമായുള്ളത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 54%-വും സ്ത്രീകളാണ് നേതൃത്വം നൽകുന്നത്. കണക്കുകൾ ഇപ്രകാരമാണെങ്കിലും ലോക്സഭാ നിയമസഭാ പങ്കാളിത്തത്തിൽ കേരളം രാജ്യശരാശരിയേക്കാൾ പിറകിലാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഇതുവരെ വനിതാ MLA-മാരുടെ എണ്ണം 10%-ത്തിൽ താഴെയാണെന്നതും ആശാവഹമല്ല. നിയമസഭയിൽ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. അപ്പോൾ ഒരു വശത്ത് സ്ത്രീ പങ്കാളിത്തം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഭരണപരമായ കാര്യങ്ങളിൽ ഇനിയും കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവേണ്ടിയിരിക്കുന്നു.